എവ്രിവൺ, ഞാൻ ഗൗരി നന്ദ. ഈ ഫോർ എജു ബൈ ഗൗരി എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിന്ന് നോക്കിയാലോ. ചോദ്യങ്ങളിലേക്ക് പോവാം. ബഷീർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ? കോട്ടയം തലയോലപ്പറമ്പ്. ബഷീർ ജനിച്ചതെന്ന്? 1908 ജനുവരി 21. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ നായിക കഥാപാത്രത്തിൻ്റെ പേരെന്ത്? കുഞ്ഞു പാത്തുമ്മ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? സോജ രാജകുമാരി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പരാമർശിക്കുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഡോക്ടർ ആർ.ഇ. ആഷർ. ബഷീറിൻ്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് അവ? ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന് ബഷീറിനെ കുറിച്ച് പുസ്തകം എഴുതിയത് ആര്? റൊണാൾഡ് ഇ. ആഷർ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീറിൻ്റെ ആദ്യ കൃതി? പ്രേമലേഖനം. ബഷീർ എഴുതിയ ഏക നാടകമേത്? കഥാബീജം. കഥാബീജം എന്ന നാടകത്തിന് അവതാരിക എഴുതിയത് ആര്? ജി. ശങ്കരക്കുറുപ്പ്. ബഷീറിന് ജയിൽ വാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹം. ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്ത്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ മരണശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ കൃതികൾ ഏതെല്ലാം? യാ ഇലാഹി, പ്രേം പാറ്റ. ബഷീർ എഴുതിയ ഒരേയൊരു കവിത ഏത്? അനശ്വര പ്രകാശം.